ഹലോ കൂട്ടുകാരെ, അങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. യാത്രകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ യാത്രകൾ അത്രമാത്രം സ്നേഹിച്ച ഒരാളല്ലായിരുന്നു ഞാൻ. കാരണം അതിൻ്റെ പിറകിലൊരു കഥയുണ്ട്. എൻ്റെ ഗ്രാമവും എൻ്റെ ഗ്രാമത്തിനോട് ചേർന്ന് കിടക്കുന്ന എൻ്റെ ഈ കൊച്ചു തറവാടുമായിരുന്നു എൻ്റെ ഒരു ലോകം. ഈ വീട്ടിൽ അന്ന് നിറയെ ആളുകൾ താമസിച്ചിരുന്നു. എൻ്റെ ചൈൽഡ്ഹുഡ് കാലത്ത്, എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ട് എൻ്റെ ഒരു ടീനേജ് വരെ ഞാൻ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് ഇവിടെയായിരുന്നു. എൻ്റെ സൗഹൃദങ്ങളും എൻ്റെ കസിൻസും എൻ്റെ സിസ്റ്റേഴ്സ് മീൻസ് എൻ്റെ ഉമ്മയുടെ സിസ്റ്റേഴ്സും എൻ്റെ ഗ്രാൻഡ്മയും എൻ്റെ അങ്കിൾസും അവരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കാലം, അക്കാലമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാലം. പീസ്ഫുള്ളായിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു അന്ന് എനിക്ക് കിട്ടിയിരുന്നത്. സ്നേഹവും വാത്സല്യവും സമാധാനമൊക്കെ ഉള്ള ഒരു നല്ല കാലം. തറവാടിനോട് ചേർന്ന് കിടക്കുന്ന പറമ്പ് നിറയെ മരങ്ങളുണ്ടായിരുന്നു. മാവ്, പുളി, പ്ലാവ്, ഞാവൽ, കശുവണ്ടി, അങ്ങനെ ഒരുപാട് മരങ്ങൾ, പേരറിയാത്തതുമായ നിറയെ മരങ്ങളും ഉണ്ടായിരുന്നു. ഈ മരങ്ങളിൽ നിന്നെല്ലാം പക്ഷികൾ ഇങ്ങനെ പഴങ്ങളൊക്കെ കൊത്തി തിന്നുന്നത് കാണുമ്പോൾ അതിങ്ങനെ കണ്ട് ആസ്വദിച്ച് നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷികളുടെ തൂവലുകളൊക്കെ പെറുക്കി വെക്കുക, എന്നിട്ട് അതൊക്കെ നോട്ട് പുസ്തകത്തിൽ കൊണ്ടുപോയി ഒട്ടിച്ച് വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഹോബീസൊക്കെ അന്ന് എനിക്കുണ്ടായിരുന്നു. ഇന്ന് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞാനിതാ ഈ ഒരു പറമ്പിലൂടെയൊക്കെ ഇങ്ങനെ പഴയതുപോലെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാണ്. ബിസി ലൈഫ് ഇല്ലാത്ത ഈ നല്ലൊരു സമ്മർ വെക്കേഷന്. അങ്ങനെ ഏറ്റവും കൂടുതൽ സമയവും ഞാനിപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ ഈ ഗ്രാമത്തിലും എൻ്റെ ഈ തറവാടിലും ഒക്കെ തന്നെയായിട്ടാണ്. എൻ്റെ ഗ്രാൻഡ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് നല്ല ഒരു സ്നേഹമുള്ള ഉമ്മയായിരുന്നു. സ്നേഹം മാത്രം നൽകാൻ കഴിയുന്ന ഒരു ഉമ്മ, അതുപോലെ വാത്സല്യവും. അതുകൊണ്ട് തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ഗ്രാൻഡ്മയായിരുന്നു. എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഉമ്മ. മാത്രമല്ല എൻ്റെ കളിക്കൂട്ടുകാരും കൂടെയായിരുന്നു എൻ്റെ ഗ്രാൻഡ്മ.